നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും നിയ്യത്ത് നിർബന്ധമാണല്ലോ. നിസ്കരിക്കുകയാണെങ്കിൽ ഉസുല്ലി ഫർദ് ളുഹ്രി, അങ്ങനെ എല്ലാ നിസ്കാരത്തിനും നിയ്യത്തുണ്ട്, എല്ലാ നോമ്പിനും നിയ്യത്തുണ്ട്. എന്നാൽ നമ്മൾ ചെയ്യുന്ന യാത്രകൾ ഉണ്ടാവുമല്ലോ, സിയാറത്ത് യാത്ര, അല്ലെങ്കിൽ നമ്മൾ ഫ്രണ്ട്സുമായി കൊണ്ട് ലോകം കാണാൻ പോകുന്നതായ ഈ അത്ഭുതങ്ങൾ കാണാൻ പോകുമല്ലോ. ഇങ്ങനെ സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ പല കാര്യങ്ങളിലും നമ്മൾ നിയ്യത്ത് വെക്കാതെ അശ്രദ്ധവാന്മാരായി പോകുന്ന സന്ദർഭത്തിലാണ്. എന്നാൽ ഈ സന്ദർഭത്തിലൊക്കെ നിയ്യത്ത് വെച്ചുകൊണ്ട് നീ സൃഷ്ടിച്ചതായ നിൻ്റെ അത്ഭുതകരമായ സൃഷ്ടികൾ, ആ കാഴ്ചകൾ കാണാൻ പോവുകയാണ് ഞാൻ എന്നുള്ളതായ ആ ഒരു ചിന്ത, ആ ഒരു നിയ്യത്ത് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നാൽ നമ്മൾ ചെയ്യുന്ന അമലുകൾക്കെല്ലാം നമുക്ക് നിയ്യത്ത് ഉണ്ടെങ്കിൽ അല്ലാഹു തആല സ്വീകരിക്കും, അല്ലാഹു തആല നിന്ന് കൂലി കിട്ടും. കാരണം ഇന്നമൽ ആമാലു ബിന്നിയാത്ത് എന്നല്ലേ. എല്ലാ കാര്യങ്ങളും, എന്ത് കാര്യങ്ങളും, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടതായ എന്ത് കാര്യങ്ങളും ചെയ്യുമ്പോഴും നമുക്ക് നിയ്യത്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ, നമുക്കൊരു കരുതലുണ്ടായിക്കഴിഞ്ഞാൽ അതിന് വല്ലാത്ത കൂലിയാണ്. പള്ളിയിൽ പോയിക്കൊണ്ട് ജമാഅത്തിനിരിക്കുമ്പോഴും ഇങ്ങനെയുള്ളതായ എന്ത് പരിപാടികളാണെങ്കിലും നല്ല കാര്യങ്ങളാണെങ്കിൽ അതിന് മുന്നോടിയായിക്കൊണ്ട് നമ്മൾ പറയണം, അള്ളാഹുവിനും അവൻ്റെ റസൂലിനും ഇഷ്ടപ്പെട്ടതായ ഒരു നല്ല കാര്യമാണത്, ഈ കാര്യം അള്ളാഹുവിനു വേണ്ടി ഞാനിതാ ചെയ്യുന്നു എന്ന് മനസ്സിൽ കരുതിക്കൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ ആ നിയ്യത്ത് വെച്ചത് മുതൽ നമുക്ക് അതിയായ പ്രതിഫലം അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതാരും നഷ്ടപ്പെടുത്തരുത്. നിങ്ങളെ ഫ്രണ്ട്സിനും നിങ്ങളുടെ ആരൊക്കെയുണ്ടോ അവർക്കൊക്കെ അയച്ചു കൊടുത്തുകൊണ്ട് ഇതിൻ്റെ ഒരു കൂലിയുടെ ഭാഗമാകാൻ നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.